ഞാൻ ചില കാര്യങ്ങൾക്ക് ഓവറായിട്ട് എഫേർട്ട് ഇടുന്ന കാണുമ്പോൾ വിച്ചു വരെ എന്നോട് ചോദിക്കും എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നതെന്ന്. അതിനുള്ള ആൻസർ ഒന്നേ ഉള്ളൂ, ദാ ഈ ഇരിക്കുന്ന എൻ്റെ 2 പുത്രന്മാർ. ഒന്ന് ചാൻസ് കിട്ടിയ ഫുൾ ടൈം ഫോൺ അല്ലെങ്കിൽ TV. ഇവരുടെ മൈൻഡ് ഒന്ന് ഡൈവേർട്ട് ചെയ്യാനും ബിസി ആക്കാനും എനിക്ക് ഏതറ്റം വരെയും പോകണമെന്നുണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ വർക്ക് സ്കെഡ്യൂൾ പലതിനും എന്നെ കൊണ്ട് പറ്റുന്നില്ല. വീട്ടിലാവുന്നതെല്ലാം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ, ലൈക്ക് പ്ലേയിങ്, ക്ലീനിങ്, കുക്കിംഗ്, ഔട്ട്ഡോർ എക്സ്പ്ലോറേഷൻ, അതെല്ലാം. പക്ഷെ പിന്നെയും കുറേ ചെയ്യണമെന്നുണ്ട്. ഞാൻ ഈ പറയുന്നത് പാരൻസിന് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മളുടെ മക്കൾക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് നല്ലൊരു ചൈൽഡ്ഹുഡാണ്. ഈ സ്ക്രീൻ ടൈം ഒക്കെ കുറച്ച് എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് ഭയങ്കര മെമ്മറബിൾ, മീനിങ് ഫുൾ ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു ചൈൽഡ്ഹുഡ്. സോ ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ കഷ്ടപ്പാടുണ്ടല്ലോ, അത് ഞാൻ വേണം എന്ന് വെച്ച് ചെയ്യുന്നതാണ്. എൻ്റെ മോനെ എനിക്ക് പല സ്ഥലത്തും കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ആലോചിച്ചത്, എനിക്ക് സ്റ്റുഡിയോ ഉണ്ട്, അവിടെ ഇമ്പൂനെ പോലെ തന്നെ പല പിള്ളേരും വരുന്നുണ്ട്, ദെൻ വൈ നോട്ട് ഇൻ സ്റ്റുഡിയോ. സോ സ്റ്റുഡിയോയിൽ ഓരോ വെക്കേഷൻ ക്യാമ്പ്സും ഓരോ വർക്ക്ഷോപ്സും ഞാനും എൻ്റെ ടീമും അത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്യുന്നതാണ് കേട്ടോ. ലാസ്റ്റ് ടൈം നടത്തിയ കുറച്ച് വർക്ക്ഷോപ്സ് കാണിച്ചു തരാം കേട്ടോ. ഇത് ഗ്രഫോളജി ശരിക്കും മീനിങ് ഫുൾ ആയിരുന്നു. കാരണം സ്റ്റുഡിയോയിൽ വരുന്ന പിള്ളേരെ പലരും പല ടൈപ്പാണ്, എസ്പെഷ്യലി ഇൻ ദർ ബിഹേവിയർ. ഒരു വെൽ സർട്ടിഫൈഡ് ആൾക്ക് കുട്ടികളുടെ ഹാൻഡ് റൈറ്റിംഗ് നോക്കി ബിഹേവിയർ മനസ്സിലാക്കി അതിലൊരു ചേഞ്ച് വരുത്താൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിച്ചത് അപ്പോഴാണ്. പിന്നെ തോന്നി കൊച്ചുമക്കൾ കുറച്ച് സെൽഫ് ഡിഫെൻസ് അറിഞ്ഞിരിക്കണമെന്ന്. ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വന്നാലോ അല്ലേ. പിന്നെ നടത്തിയത് റെസിൻ ആർട്ട് വർക്ക്ഷോപ്പ്. ഓ മൈ ഗോഡ്, കുറേ പേര് ചോദിച്ചു കേട്ടോ എന്തിനീ 3 ദിവസം, വൈ വേസ്റ്റിംഗ് ടൈം? ബട്ട് നോ, 3 ദിവസം അവരുണ്ടാക്കി സൂക്ഷിച്ച് വെച്ച് ഡ്രൈ ചെയ്ത് ദേ മെയ്ഡ് ദെയർ ഓൺ പ്രോഡക്ട്സ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്ര ചെറിയ ഏജിൽ. നെക്സ്റ്റ് ഹൈലൈറ്റ് കാൻഡിൽ മേക്കിംഗ് വർക്ക്ഷോപ്പ് ആയിരുന്നു കേട്ടോ. അതും പാരൻസ് ആൻഡ് കിഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഐഡിയാസ് പറഞ്ഞ് ഇൻട്രാക്ട് ചെയ്ത് ദേ മെയ്ഡ് എ ബ്യൂട്ടിഫുൾ കാൻഡിൽ. പിന്നെ തീ പിടിപ്പിക്കാത്ത തരത്തിലുള്ള കുറച്ച് കുക്കിങ്ങും. ഐ ഓൾവേസ് ബിലീവ് പിള്ളേരുടെ ഏജിലുണ്ടല്ലോ അവരുടെ പൊട്ടൻഷ്യൽ ആക്ച്വലി ഭയങ്കര ഹൈയാണ്. അത് നമ്മളൊന്ന് ചെറുതായി പുഷ് ചെയ്ത് കൊടുത്താൽ മതി. സോ ഈ ക്യാമ്പ്സിനൊക്കെ ഡാൻസ് മാത്രമല്ലാതെ കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കണം എന്നുള്ളത് എൻ്റെ വാശിയാണ് കേട്ടോ. വാശിയല്ല, ഐ എം ഷുവർ ദ കിഡ്സ് ആർ കേപ്പബിൾ ഓഫ് ഡൂയിങ് ഇറ്റ്. എന്ന് വെച്ച് ഫുൾ ഇങ്ങനെയല്ല കേട്ടോ, ആവശ്യത്തിലേറെ എൻജോയ്മെന്റും വേണം. കാരണം ഇവരുടെ ഏജ് അങ്ങനെയല്ലേ, മനസ്സ് തുറന്ന് ചിരിച്ച് സന്തോഷിച്ച് അവര് ആർമാദിക്കണം. ഇതും പറഞ്ഞ് നമ്മളുടെ സ്റ്റുഡിയോ ഒരു ഷട്ടിൽ ബാഡ്മിന്റൺ കോർട്ട് വരെ ആക്കിട്ടോ ലാസ്റ്റ് ടൈം. വേറൊരു അച്ചീവ്മെന്റ്, ഈ വെജീസ് ഫ്രൂട്ട്സ് കഴിക്കാത്ത പിള്ളേരെ നമ്മൾ ഗെയിംസ് ഒക്കെ വെച്ച് കഴിപ്പിക്കും. പിന്നെ നമ്മുടെ മോറൽ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ടൈപ്പുള്ള മൂവി ടൈമും. ഇടയ്ക്ക് കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി നല്ലൊരു പാർട്ടി അങ്ങ് വെക്കും. അത് അവർ അടിച്ചങ്ങ് പൊളിക്കും. എല്ലാം കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഇതൊക്കെ എൻ്റെ മാത്രമല്ല മിക്ക അച്ഛനമ്മമാരുടെയും കൺസേൺ ആണ്. എനിക്കെന്നാ മനസ്സിലായെന്നറിയോ, സ്റ്റുഡിയോയിലെ മോം ആൻഡ് മീ വർക്ക്ഷോപ്പ് കഴിഞ്ഞപ്പോൾ അന്ന് മിക്ക അമ്മമാരും മനസ്സ് തുറന്നങ്ങ് സംസാരിച്ചു. തിരക്കും കമ്മിറ്റ്മെന്റ്സും കാരണം മക്കളുടെ കൂടെ അധികം ക്വാളിറ്റി ടൈം കിട്ടുന്നില്ല എന്നായിരുന്നു പലരുടെയും പരാതി. നമ്മളുടെ സ്റ്റുഡിയോയിൽ വരുമ്പോൾ അത് കിട്ടുന്നുണ്ട് അത്ര. ഇതിൽ പരം വേറെ എന്താ ഞാൻ കേൾക്കണ്ടേ. സോ യാ, ഐ എം പ്രൗഡ് ഓഫ് ഓൾ മൈ കഷ്ടപ്പാട്.